Hello everyone, fifth chapter Make Web Look Stylish. നമ്മുടെ HTML ചാപ്റ്ററിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യം വരാൻ പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാം. അതിന് നമ്മൾ കുറേ തിയറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് തിയറി ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. What does the division tag help with in HTML? HTML എന്തിനാ DIV അല്ലെങ്കിൽ ഡിവിഷൻ ടാഗ് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? വളരെ സിമ്പിൾ. സ്റ്റൈൽ അല്ല, ഹൈപ്പർ ലിങ്ക്സ് അല്ല, ഡിസ്പ്ലേയിങ് ഇമേജസ് അല്ല, ഡിവൈഡിങ് ദ വെബ് പേജ് ഇൻ സെക്ഷൻസ് അല്ലേ, ഭാഗങ്ങളായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രേക്കിന് വേറെ ടാഗ് ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, അടുത്തത് വിച്ച് ടാഗ് ഇസ് യൂസ് ടു ഗിവ് ഹെഡിങ് ലെവൽ 2? ഹെഡിങ് കൊടുക്കണമെന്ന് നമുക്കറിയാം. H ടാഗ് ഉണ്ട്, H2 ടാഗ് ഉണ്ട്, H3 ടാഗ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്ക് ഇവനാണ് H2 ആണ് ഹെഡിങ് ലെവൽ 2. ഓക്കെ, H2. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇൻലൈൻ സ്റ്റൈൽ? ഇൻലൈൻ നമുക്ക് സ്റ്റൈല് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇൻലൈൻ അഥവാ ഇന്റേണൽ ഉണ്ട്, അഥവാ എക്സ്റ്റേണൽ ഉണ്ട്. അതാണ് നമ്മൾ CSS ലിങ്ക് ചെയ്യുക, എക്സ്റ്റേണൽ CSS ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രാക്ടിക്കലിൽ പഠിക്കാനുള്ള സംഭവമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കോഡ്. ഇത് എക്സ്റ്റേണലി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്, പ്രാക്ടിക്കലിൽ പഠിക്കാനുള്ളത്. ഇൻലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്കലി നമുക്ക് ഈ സ്റ്റൈൽ കൊണ്ടിട്ട് ഇപ്പോൾ H3ൻ്റെ ഉള്ളിൽ ഹെഡിങ് 3ൻ്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ഇതാണ് ഇൻലൈൻ CSS എന്ന് പറയുക. ഓക്കെ, ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. എക്സ്റ്റേണലിൻ്റെ ഗുണങ്ങൾ എന്താണ് CSS ചെയ്യുന്നതിൻ്റെ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് കുറേ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന. വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഫോണ്ട് വെയിറ്റ് ബോൾഡ് ഡു? ഫോണ്ട് വെയിറ്റിനെ ബോൾഡ് ആക്കിയാൽ എന്താ സംഭവിക്കുക? സൈസ് കൂടുമോ? ഇല്ല. ഇറ്റാലിക് ആവോ? ഇല്ല. ബോൾഡ് ആവും, ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റൈൽ പ്രോപ്പർട്ടി അലൈൻസ് ടെക്സ്റ്റ് ടു സെൻറ്റർ? ടെക്സ്റ്റിനെ സെൻറ്റർ ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ഉണ്ട്. ഫോണ്ട് വെയിറ്റ് അല്ല, ടെക്സ്റ്റ് സ്റ്റൈൽ അല്ല, അലൈനും അല്ല, നമുക്കെന്നാൽ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കുന്നു. ടെക്സ്റ്റ് അലൈൻ റൈറ്റ് കൊടുത്താൽ റൈറ്റ് ആയി, ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് കൊടുത്താൽ ലെഫ്റ്റ് ആയി, സെൻറ്റർ കൊടുത്താൽ സെൻറ്റർ. ഓക്കെ, വിച്ച് ഇസ് ദ യൂസ് ഓഫ് സ്റ്റൈൽ ടാഗ് ഇൻ HTML? എന്തിനാണ് സ്റ്റൈൽ നമുക്ക് കൊടുക്കുന്നത്? സ്ക്രിപ്റ്റ് കൊടുക്കാനാണോ? അല്ല. വേറെ HTML പേജിനാണോ? അല്ല. ഇമേജിനാണോ? അല്ല. സ്റ്റൈൽ കൊടുക്കാൻ, ഇന്റേണൽ CSS സ്റ്റൈൽ, ഇവിടെ സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെൻറ്റർ അയക്കണം, ഈ കളർ അയക്കണം, ആ കളർ അയക്കണം, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ഇൻലൈൻ? ഇവിടെ നമ്മൾ കണ്ടു സ്റ്റൈൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഇൻലൈനും എക്സ്റ്റേണലും ഉണ്ട്. ഓക്കെ, അപ്പം ഇൻലൈനിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പം റെപ്പിറ്റേഷൻ ഓഫ് കോഡ് ശരിയാണ്, അത് ഇതിൻ്റെ ലിമിറ്റേഷൻ നോട്ടല്ല കേട്ടോ. നോട്ട് ലിമിറ്റേഷൻ ചോദിച്ചാൽ അപ്പോൾ ഇതല്ല ആൻസർ. എന്താണ്? അതാണ്. പിന്നെന്താണ്? കോഡ് ബിക്കംസ് ലെങ്തി ആവും. ഓക്കെ, ഡിഫിക്കൽട്ട് മെയിൻറ്റെയിൻ ആവും. അപ്പോൾ എന്താണ്, സ്മോളർ കോഡ്സ് ഡിഫിക്കൽട്ട് മെയിൻറ്റെയിൻ ആവും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ H3യിൽ നിങ്ങൾ ഇവിടെ കൊടുത്തു ഇത്. ഓക്കെ, സ്റ്റൈൽ കൊടുത്തു, ഇതിൻ്റെ H4ൽ വരുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ സെയിം സാധനം നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു HTML ഫയലിലേക്ക്, ഓക്കെ, ഇവിടെ നിങ്ങൾ ഇൻലൈൻ ചെയ്തു, ഇവിടെ ഇൻലൈൻ നിങ്ങൾ വേറൊരു പേജ് ഉണ്ടാക്കി, അവിടെയും H3യിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കണം. പക്ഷെ അതേ സമയം നിങ്ങൾ എക്സ്റ്റേണൽ CSS ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എക്സ്റ്റേണൽ CSS ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ ഫുൾ സ്റ്റൈൽ H1, H2, H3 എല്ലാം നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലുള്ള എല്ലാത്തിലും നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലുള്ള എല്ലാ പേജസിനും ഇതിലേക്കും നിങ്ങൾ കോഡ് റിപ്പീറ്റ് ചെയ്യാതെ വർക്ക് ആയിക്കോളും. അപ്പം വിച്ച് ഇസ് നോട്ട് എ ലിമിറ്റേഷൻ. അപ്പോൾ ലിമിറ്റേഷൻ അല്ലാത്ത എന്താണ്? സ്മോളർ കോഡ് സൈസ്. ഓക്കെ, അപ്പം എന്താ ഗുണം? എക്സ്റ്റേണൽ ആകുമ്പോൾ നിങ്ങൾ പുറത്തിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം, അപ്പോൾ കോഡ് സൈസ് വലുതാവും. പക്ഷെ അതാണ് സുഖം, അതാണ് ഈസി. അതിന് റെപ്പിറ്റേഷൻ ഉണ്ടാവില്ല, ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. ഓക്കെ, ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല, സുഖമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോഡ് ലെങ്ത് ആവും. അപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം? ഇന്റേണൽ ചെയ്യുമ്പം നമുക്ക് ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ടാവും എന്താണ് കൊടുക്കുക, പക്ഷേ വീണ്ടും ചെയ്യണം എന്നുള്ളൊരു കഷ്ടപ്പാടുണ്ട്. ഇൻലൈൻ ആകെ അങ്ങനത്തെ ഒരു ഗുണമുള്ളൂ. നിങ്ങൾ വലിയ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കണം, എപ്പോഴും എക്സ്റ്റേണൽ CSS ചെയ്യണം. അത് പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യാനുണ്ട് കേട്ടോ. അടുത്തത്, ഇൻ വിച്ച് പാർട്ട് ഓഫ് HTML ഡോക്യുമെന്റ്സ് ആർ ദ ഇന്റേണൽ സ്റ്റൈൽസ് റിട്ടേൺ? എവിടെയാണ് ഇന്റേണൽ സ്റ്റൈൽസ്? ബോഡിയിലല്ല, ഫുട്ടറിലല്ല, ഡിവിഷനിലല്ല, എവിടെ? ഹെഡറിൽ. ഓക്കെ, ഏതൊക്കെയാണ് ഹെഡറിൽ വരുന്നത്? അതിലാണ് ഇൻലൈൻ ചെയ്യാം. വിച്ച് ഇസ് ദ കറക്റ്റ് വേ ടു ലിങ്ക് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്? അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കണ്ടതാ, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യണം കേട്ടോ. നമ്മൾ ലിങ്ക് എന്താണ് കൊടുക്കണം, നമ്മൾ സ്റ്റൈൽ ഷീറ്റിന് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സ്റ്റൈൽ ഷീറ്റ് hrefഉം കൊടുക്കണം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ CSSൻ്റെ ഫയൽ നെയിം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് ആൻസേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇതാണോ നോക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് സ്റ്റൈൽ ഇൻ വെബ് പേജ്? ഒരു വെബ് പേജിൽ സ്റ്റൈൽ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇങ്ങനെ ബ്ലാങ്ക് വൈറ്റ് ആവുന്നതിന് പകരം സ്റ്റൈൽ കൊണ്ടുവരുന്നത് എന്തിനാണ്? നമുക്ക് ലോഡ് ടൈം കൂട്ടാനല്ല, വിഷ്വൽ അപ്പീൽ കൂട്ടാൻ, ഡിസേബിൾസ് ഇൻട്രാക്ടിവിറ്റി അല്ല, ഓർഗനൈസേഴ്സ് കണ്ടന്റ്. കുഴപ്പമില്ല, ഇത് മുതലാണ് എനിക്ക് ഇതും കൂടി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പോലെ അടുത്ത 5 ക്വസ്റ്റ്യന് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്. ഓക്കെ, ഇനി അടുത്തത്,
വിച്ച് HTML ടാഗ് ഡു നോട്ട് റിക്വയർ ക്ലോസിങ്. എടോ എല്ലാം ടാഗ് തുടങ്ങിയാൽ ഇപ്പോൾ പാരഗ്രാഫ് തുടങ്ങിയാൽ കുറേ കഴിയുമ്പോണ്ടോ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ ഏതിനാണ് എൻഡിങ് വേണ്ടാത്തത്, ക്ലോസിങ് വേണ്ടാത്തത്? HR-ഉം BR-ഉം. HR-ൻ്റെ ഫുൾ ഫോം എന്താ? BR എന്ന് പറയുമ്പോൾ ബ്രേക്ക് ടാഗ്. HR എന്താണെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തേ, കമൻറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇത് രണ്ടിനും നമുക്ക് എന്താണ് ബ്രേക്ക്, എന്താണ് എൻഡ് വേണ്ട. ഓക്കെ, ക്ലോസിങ് ടാഗ്സ് വേണ്ട. വാട്ട് ആർ വാലിഡ് CSS, എന്താണ് സ്റ്റൈൽ പ്രോപ്പർട്ടീസ് ഇൻ CSS? അപ്പോൾ CSS-ൽ എല്ലാ സ്റ്റൈലും കൊടുക്കാൻ പറ്റില്ല, ചില പ്രത്യേകം കൊടുക്കാൻ പറ്റും. അത് ഏതൊക്കെയാണ്? മാർജിൻ അലൈൻ ഇല്ല, ഫോണ്ട് വെയ്റ്റ്, ഇത് രണ്ടാളൊന്നും എൻ്റെ ഓർമ്മ. ഓക്കെ, സോറി ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല കേട്ടോ. ടെക്സ്റ്റ് അലൈനും ടെക്സ്റ്റ് ഇതാണ്. ഓക്കെ, ടെക്സ്റ്റ് അലൈനും ഫോണ്ട് വെയ്റ്റ് ബോൾഡ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് വാലിഡ് സ്റ്റൈൽ പ്രോപ്പർട്ടീസ്. മാർജിൻ അലൈൻ പറ്റില്ല, ടെക്സ്റ്റ് ടൈപ്പും പറ്റില്ല. ഓക്കെ, നോട്ട് ചെയ്തോ. അടുത്ത കാര്യം, വാട്ട് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻലൈൻ? വീണ്ടും ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇൻലൈൻ എന്നാണ്. അപ്പം ഇൻലൈൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? മേക്ക് സ്കോർ. ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? അവരെന്താണ് സെപ്പറേറ്റ് CSS ഫയലല്ല, അതിനല്ല ഇൻലൈൻ എന്ന് പറയാം. ഓക്കെ, റിപ്പീറ്റഡ് ഇൻ എവറി ടാഗ് ആയിക്കോട്ടെ, അത് ശരിയാണ്. മേക്സ് കോഡ് ഹാർഡർ ടു മെയിൻറ്റെയിൻ, ശരിയാണ്. ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റൈൽ ടാഗ്, സ്റ്റൈലല്ലേ ഹെഡർ ടാഗ് ആണ്. അപ്പം ഇവന് ബിയും ഡിയും ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു അപ്ലൈ ബ്ലൂ കളർ യൂസിങ് CSS? അപ്പോൾ CSS-ൽ ബ്ലൂ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കളർ കോളൻ ബ്ലൂ കൊടുക്കണം കേട്ടോ. കോളൻ തന്നെയാണ് വേണ്ടത്. ഈ ഈക്വൽ ടു എന്ന് പറഞ്ഞ പരിപാടി ഇല്ല കേട്ടോ കളറിൽ, ഇതല്ല. ഇനി ഇതും പോരാതെ ഇതും കറക്റ്റാണ്. അപ്പം 0000. ഓക്കെ, ഈ കളർ കോഡ് ഓർത്തിച്ചോ, FF. ഇതെന്താണ്? ബ്ലൂ. ഇത് ബ്ലൂവിനാണ്. ഞാൻ റെഡിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ഇത് ബ്ലൂ കേട്ടോ. 0000 FF, അത് ബ്ലൂവിൻ്റെ കോഡാണ് കേട്ടോ. ഇനി ഇത് തെറ്റാട്ടോ, ഇത് തെറ്റാ. ഇങ്ങോട്ട് വരിക. വിച്ച് ആർ ദ പർപ്പസസ് യൂസിങ് സ്റ്റൈൽ ടാഗിങ്? ഒരു സ്റ്റൈൽ എന്തിനാണ്? ആഡ് CSS ഇന്റേണലി, വേറെ ഒന്നുമില്ല. ഇനി വല്ലുള്ള ക്വസ്റ്റ്യൻസിന് ഒരു ആൻസർ ഉള്ളൂ. അടുത്തത്, വിച്ച് ആർ ദ പ്രോപ്പർട്ടി ഓഫ് വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ബാക്ക്ഗ്രൗണ്ട് കളർ ഡിഫൈൻ? ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ കൊടുക്കുക? ഫ്രണ്ടിലുള്ള കളറാണ് അല്ല, ബാക്ക്ഗ്രൗണ്ട് കളർ. ഇതൊക്കെ ആൻസർ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഓക്കെ, വിച്ച് ഓഫ് ദ CSS കറക്റ്റ് കോഡ് ഫോർ കളർ റെഡ്? റെഡിന് വേണ്ടിയിട്ട് ഏതാ? ഇത് നമ്മൾ കണ്ട് ബ്ലൂ ആണ്. ഓക്കെ, 0000 FF ബ്ലൂ ആണ്, FF 0000 ആണ് റെഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അത് ഓർത്ത് വെച്ചോ, ബ്ലൂ റെഡ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് സ്റ്റൈൽ ടൈപ്പ് ടേക്സ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻ HTML? അപ്പോൾ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എടുക്കുക? നമ്മുടെ ഇൻലൈൻ സ്റ്റൈലാണ്. ഓക്കെ, അപ്പം ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻലൈൻ സ്റ്റൈലാണ് എടുക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ സ്റ്റൈൽ പ്രോപ്പർട്ടി? ഓക്കെ, അപ്പോൾ സ്റ്റൈൽ പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ സ്റ്റൈലല്ല, ഓക്കെ, ഫോണ്ട് സ്റ്റൈലാണ് വരിക. ഓക്കെ, ഫോണ്ട് സ്റ്റൈൽ നമ്മൾ നേരത്തെ കണ്ടു ഏതൊക്കെ വാലിഡ് പ്രോപ്പർട്ടീസ് ആണത്. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ? അവിടെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തെന്താ? സെൻറ്റർ ആയിട്ട് അലൈനോ? അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ്, അലൈൻ ടെക്സ്റ്റ് റൈറ്റ്, അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ. കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇന്റേണൽ CSS? ഇന്റേണൽ CSS-ന്റെ അഡ്വാൻറ്റേജ് എന്താണ്? സ്റ്റൈൽ ആർ അപ്ലൈ ടു മൾട്ടിപ്പിൾ പേജ്. ഇതില്ല, ഇത് എക്സ്റ്റേണലിൻ്റെ ഇതാണ്. സ്റ്റൈൽസ് ആർ റിട്ടേൺ ടു സെപ്പറേറ്റ് ഫയൽ, അത് എക്സ്റ്റേണൽ. നോ നീഡ് ടു റിപ്പീറ്റ് സ്റ്റൈൽസ്, അതല്ല. ഓക്കെ, ഇതാണ് സ്റ്റൈൽസ് ആർ അപ്ലൈ ടു സെയിം ഫയൽ. ഇവനാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇനി ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 23 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്തു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ പ്രാക്ടിക്കലും കൂടി ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാം നല്ല മാർക്ക് മേടിക്കും, ഉറപ്പാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇതിന് ആൻസറും കൂടി കമൻറ്റ് ചെയ്യുക. ബൈ.